തീർച്ചയായും കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ സിനിമയൊക്കെ എടുക്കുന്നത്. അതിൽ ക്രൂവിന്റെ എഫേർട്ട്, ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതെല്ലാം വേസ്റ്റ് ആയി പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മാത്രമല്ല ഈ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ റൂൾ 21 ഓഫ് സിനിമാറ്റോഗ്രാഫ് റൂൾസ്, അതായത് 1983 നിയമപ്രകാരം ബോർഡിന് ഈ ടൈറ്റിൽ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ക്ലിയർലി ഒഫൻസീവ് ആണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആണെന്ന് തോന്നുന്ന പേരുകൾ മാത്രമേ മാറ്റാൻ വേണ്ടി നിർദ്ദേശിക്കാൻ പോലും പാടുള്ളൂ. അപ്പൊ ജാനകി എന്ന് പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പേരാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ഹിന്ദു പേരിനും ഏതെങ്കിലുമൊക്കെ ഒരു ദേവീ ദേവതയുമായിട്ട് ഒരു ബന്ധം കാണും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ തെരഞ്ഞു പോകാൻ തുടങ്ങിയാൽ ഇത് വലിയ ഇഷ്യൂ ആയി മാറും. അപ്പൊ ഈ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയുടെ ടൈറ്റിൽ ഒരു നിയമത്തിന്റെ രേഖ ലംഘിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ശ്യാം ബെനഗൽ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ പല സുപ്രീം കോടതി ഉത്തരവുകളും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഫിലിം ബോർഡ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ മതി, അല്ലാതെ ഈ ക്രിയേറ്റീവ് എഡിറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാൻ അതിന് പിറകെ കൂടുതൽ പോകാതിരിക്കുക എന്ന പല എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റിലീജിയസ് സെൻസിറ്റിവ് ഇഷ്യൂ എന്ന പേടി അവർക്ക് ശരിക്കും ഉണ്ടെങ്കിൽ അതൊരു ഡിസ്ക്ലെയിമറിൽ ഒതുങ്ങാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയാ പേര് തന്നെ പൂർണ്ണമായിട്ടും വെട്ടിമാറ്റേണ്ട ആവശ്യമില്ല. ഒരു ഡിസ്ക്ലെയിമർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇപ്പൊ സെക്സി ദുർഗ എന്ന് പറഞ്ഞത്, അതിന്റെ പേര് മാറ്റാൻ നിർദ്ദേശിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാം അതൊരു സെൻസിറ്റിവിറ്റി എലിമെന്റ് ഉണ്ടെന്നത്. പക്ഷേ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു സെൻസിറ്റിവിറ്റി എലിമെന്റ് എന്താന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ അങ്ങനെയുള്ള ഈ തിരുത്തലുകൾ എന്തുകൊണ്ടാണ് ഫിലിം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് നമുക്ക് എപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അയ്യപ്പനും കോശിയും അതും സെൻസിറ്റിവിറ്റി ഇഷ്യൂ ഉള്ള ഒരു സിനിമയെ മാറണ്ടേ അങ്ങനെയാണെങ്കിൽ. മാത്രമല്ല ഈ ജാനകി ജാന എന്ന സൈജു കുറുപ്പും നവ്യ നായരുള്ള സിനിമ, അതിൽ ജാനകി എന്ന പേര് അതിലുണ്ടല്ലോ. അപ്പൊ അതിലെന്തുകൊണ്ട് അത് ഒരു ഇഷ്യൂ ആയി മാറിയില്ല? ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലെ ഇഷ്യൂ ആവുന്നു. മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് US സർട്ടിഫിക്കേഷൻ കിട്ടിയ സിനിമയാണ്. ആ സിനിമയ്ക്ക് പിന്നീട് ഒരു യൂ ടേൺ അടിച്ച് റിലീസിന് ഒരാഴ്ച മുമ്പേ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഗേറ്റ് കീപ്പിംഗ് നടത്തുന്നതിന്റെ കാരണം CBFC ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ക്രൂവിന്റെ എഫേർട്സ് ഇതെല്ലാം വേസ്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ വിശ്വാസം കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരുന്നാൽ ഒരു എന്താ പറയാ ഒരു കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുതന്നെയാണ് കാരണം ഈ ഒരു സിനിമയിൽ തന്നെ 96 ഇടങ്ങളിൽ ഈ പേര് പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ആ ഇടങ്ങളിലൊക്കെ ഈ പേര് മാറ്റുക എന്ന് പറയുന്നതും വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടാക്കാവുന്ന ഒരു സാധ്യത തന്നെയാണ്. ഒപ്പം തന്നെ ഈ പേര് കൊണ്ട് എന്താണ് ഈ സമൂഹത്തിനൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറഞ്ഞു നമുക്ക് ഈ 33 കോടി ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങൾക്കൊക്കെ ഓരോ പേരുണ്ട്, പേരിന് പര്യായങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കഥാപാത്രങ്ങൾക്കും പേരിടാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോയില്ലേ? തീർച്ചയായും അത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഈ ജാനകി ജാന എന്ന സിനിമ പോലും ഉണ്ടല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെൻസിറ്റിവിറ്റി എലിമെന്റ് അവർ കാണാതെ പോയത്? അല്ലെങ്കിൽ ഈ പത്മിനി എന്നൊരു സിനിമ ഉണ്ടല്ലോ, സീതാരാമം എന്ന സിനിമയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല, അതിലൊക്കെ ഒരു റിലീജിയസ് സെൻസിറ്റിവിറ്റിന്റെ ആംഗിൾ കൊണ്ടുവരാൻ നോക്കിയാൽ അത് നാളെ നമ്മുടെ ക്രിയേറ്റീവ് ഫ്രീഡമാണ് നശിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞാൽ, കോടതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇതിന്റെ മേക്കേഴ്സ് ഇത് ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഈ പേരുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ അങ്ങനത്തെ ഒരു സെൻസിറ്റിവിറ്റി എലിമെന്റ് ഇല്ല. അനാവശ്യമായിട്ടുള്ള ഒരു ഹിന്ദു ആംഗിൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഹിന്ദുക്കൾ ഇത്ര അസഹിഷ്ണുവൊന്നുമല്ല, അവർക്ക് അങ്ങനത്തെ ഇഷ്യൂസും ഇല്ല. അപ്പൊ ഇത് ആരാണിത് നിർദ്ദേശിക്കുന്നത്, ആരുടെ തലയിൽ ഉദിച്ച കാര്യമാണെന്നുള്ളത് കുറച്ചുകൂടെ CBFC വ്യക്തമാക്കണം. കാരണം അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. കാരണം എവിടെയാണ് ഇതിന്റെ ഒരു റിലീജിയസ് സെൻസിറ്റിവിറ്റി എലിമെന്റ് കിടക്കുന്നത്? കാരണം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി, ബോളിവുഡ് ആണെങ്കിലും ഇനിയിപ്പോ വേറെ ഏത് സിനിമ ഫീൽഡിലെ സിനിമകളാണെങ്കിലും എടുത്തു നോക്കിയാലും അതിലൊക്കെ ഇങ്ങനത്തെ പേരുകൾ ഒരുപാടുണ്ട്. അപ്പൊ ആ പേരൊക്കെ തന്നെ ഇതുപോലെ ഒരു സ്ക്രൂട്ടി കടന്നിട്ടാണോ പോയത്? അതോ ഈ ഒരു സിനിമയ്ക്ക് മാത്രം ഇങ്ങനെ പ്രത്യേക ഒരു റിലീജിയസ് ആംഗിൾ കാണേണ്ട ആവശ്യം എന്താണ്? അത് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കാരണങ്ങൾ CBFC വ്യക്തമാക്കേണ്ടതാണ്. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു ആംഗിൾ കൊണ്ടുവരിക, ഒരു റിലീജിയസ് സെൻസിറ്റിവിറ്റി ആംഗിൾ ഉണ്ടെന്ന് പറയുക, എന്നിട്ട് അതൊരു കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുപോവുക, അതിനൊന്നും ആവശ്യം നമ്മുടെ സമൂഹത്തിലില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ റിലീജിയസ് ഫ്രീഡം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫ്രീഡം ഇത് എല്ലാത്തിനും എതിരെ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് റിലീജിയസ് ഫ്രീഡം എന്താ പറയാ ഉള്ള ആളുകൾ അവർക്കത് ഇഷ്യൂ അല്ല. ഈ പറഞ്ഞ പോലെ ഹിന്ദു മതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് അത് പ്രശ്നമല്ല. അപ്പൊ CBFCക്ക് എന്തുകൊണ്ടാണ് പ്രശ്നമാവുന്നത്? മാത്രമല്ല ഇതിൽ അങ്ങനത്തെ ഒരു മതത്തിനെ ചുറ്റിപ്പറ്റിയുള്ള സിനിമ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലെ പേര് പരാമർശിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഇതിനിങ്ങനെ ഒരു സ്ക്രൂട്ടനിക്ക് വിധേയമാക്കണമെന്ന് ശരിയായ ഒരു കാര്യമല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.